വോയിസ് സൂക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യോ? അതും നേരത്തെ പറഞ്ഞ മാതിരി മടിയാണോ? ചിരിക്കല്ലേ, ഒന്നും ചെയ്യാറില്ല ചേച്ചി. സൂക്ഷിക്കാൻ സാധാരണ ഐസ്ക്രീം പിന്നെ അത് കഴിക്കാറുണ്ടല്ലേ? പക്ഷെ ചേച്ചി ഞാൻ അത് ഇതായിട്ട് പറയുകയല്ല, ചെറുതിലേ നമ്മൾ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. തണുപ്പ് ഒക്കെ എല്ലാം നമ്മൾ ശീലിച്ച് പോരുകയാണെങ്കിൽ വലിപ്പത്തിലേക്ക് വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഈ ശബ്ദത്തിൻ്റെ ഒരു ആയുസ് സൂക്ഷിക്കുന്നവർക്ക് കുറേ കൂടി നീണ്ടു കിട്ടും, സൂക്ഷിക്കാത്തവർക്ക് ഇപ്പോഴൊക്കെ ഇങ്ങനെ പോകാൻ കുറച്ച് വേഗം നിന്ന് പോകും എന്നാണ്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഈശ്വര സഹായം ഒന്നും സൂക്ഷിക്കാതെ. പൊതുവെ എങ്ങനെയാണ് പ്രീത? സെൻസിറ്റീവ് ആണ്? അയ്യോ ഭയങ്കര സെൻസിറ്റീവാ. ദേഷ്യം വരും? അതേ വരൂ. ഇത് പക്ഷെ ഇതിനപ്പുറം വോളിയം കൂടുന്നില്ലല്ലോ ഒരിക്കലും. അതൊക്കെ എങ്ങനെ ഒച്ച വെച്ചാൽ ഇവിടെയല്ലേ? ആണോ? വീട്ടിൽ ഭയങ്കരയാണോ? അങ്ങനെയല്ല, ഭയങ്കര കൊച്ചുമായിട്ട് മെയിനായിട്ട് ഭയങ്കര അടിയാണ്. അണ്ണന്റെ അടുത്തല്ല, എൻ്റെ അടുത്തും ആവശ്യം വരുന്ന സമയത്തൊക്കെ. പിന്നെ ഓളിയോ നമ്മളത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഈ ശബ്ദം എത്ര ഉണ്ടായാലും നമ്മൾ ഈ വലിയ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ശീലിച്ച് ശബ്ദം കേട്ടാൽ വലിയധികം ഒന്നും തോന്നാറില്ല. ഡബ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു ഫിലിമിൽ ചെയ്തു. ആർക്ക്? എന്നെ ഞാൻ അറിയാതെ എങ്ങനെ പോയി ഡബ് ചെയ്തു? അത് ശരി. അസോസിയേഷനിലൊന്നും കയറാതെ. പറയൂ കേൾക്കട്ടെ, എന്നിട്ട് വേണം നടപടി എടുക്കാൻ. ഈ അടുത്ത കാലത്ത് സിനിമയുടെ പേര് ആ ചിത്രത്തില് ഒരു ചെറിയ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി പാലായിലുള്ളൊരു കുട്ടിയാണ്, എനിക്ക് പേര് പുതിയ കുട്ടിയാണ്. പക്ഷെ അതിനകത്ത് മെയിൻ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്, ഒരു കഥയുടെ ഒരു. ആ ഫിലിം ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? ആ ഫിലിമിലെ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടൊരു കുട്ടി ഉണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ ടീസ് ചെയ്യുന്നത്. അത് ചേച്ചി ഇനി കേൾക്കുമ്പോ അത് എങ്ങനെയുണ്ടെന്ന് കേട്ടിട്ട് പറയണം. ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് മൈൻഡഡ് ആവോ? ഇവിടെ സംസാരിക്കുമ്പോ എവിടെയോ പോകുന്നുണ്ട്. അതുണ്ട്. അത് ഇനിയിപ്പോ എന്ത് ഇനി പിന്നെ എന്താ ഈ ആലോചിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. അതിനുള്ള ഒന്നും കാണിക്കുന്നില്ല ഈ ആലോചിച്ച് കൂട്ടാനെന്നുള്ളത്. കണ്ണന് ദേഷ്യം വരുമോ? അയ്യോ പാവ വരുമോ? നല്ലോണം വരും. പക്ഷെ പുറത്ത് ഒരാൾക്കും അറിയില്ല ഈ പ്രൊഫഷൻ. ആദ്യം ഒരു ഇന്റർവ്യൂ കിട്ടിയതോടുകൂടി ഇതെല്ലാരും അറിയിക്കാതെ അങ്ങനെയല്ല ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ, ആ ഒരു കോർഡിനേഷൻ ആ ഫീൽഡില് ഞാൻ ചോദിച്ചിട്ടുണ്ട് ചില ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ. എത്ര ഇറിറ്റേറ്റ് ചെയ്താലും കണ്ണനേട്ടൻ സംസാരിക്കുന്നതും അവരെ കൂൾ ഡൗൺ ചെയ്യുന്നത്, ഈ ക്ഷമ ഒന്ന് വീട്ടില് കടുകോളെങ്കിലും ഒന്ന് വീട്ടില് കാണിച്ചിരുന്നെങ്കിലോ. അവിടെ കാണിച്ചാലേ അവര് പറയുമ്പോ വീട്ടിൽ പോയിരുന്നോ എന്ന് പറയും. ഇവിടെ നമുക്ക് അത് പറയാൻ പറ്റൂലല്ലോ. അതാണ്. അല്ല ദേഷ്യം പൊതുവേ നമ്മള് ആരെങ്കിലും ഒക്കെ ക്ഷമിക്കാറുണ്ടോ? എന്നെങ്കിൽ പ്രീത അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ 17 വർഷം കഴിഞ്ഞു, 18 വർഷം ആവുന്നു. പ്രീത എങ്ങനെയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യും? ആ കാര്യത്തിൽ 100 മാർക്ക്. എല്ലാ വീട്ടിലെ എല്ലാ ജോലിയും 100 മാർക്ക്. ആണോ? നിങ്ങൾ ചുമ്മാ പുകഴ്ത്തി പറ. സത്യമായിട്ടും പുകഴ്ത്തലല്ല. എൻ്റെ സുഹൃത്തുക്കൾക്കല്ല, എന്നെ വളരെ നന്നായിട്ട് അടുത്തറിയുന്നവർക്കറിയാം ഞാൻ എത്രത്തോളം പ്രീതയെ പുകഴ്ത്തുന്നു. അല്ലെങ്കിൽ ചേച്ചി തന്നെ കേട്ടിട്ടുണ്ടാവില്ല പലപ്പോഴും. അതല്ല, എല്ലാം ഹെൽപ്പ് ചെയ്യോ? അതും കൂടെ പറയണോ? അല്ലേ പിന്നെ ഹെൽപ്പ് ചെയ്യും. എന്താ അറിയാം ചേച്ചി, വീട്ടില് ഞാനും മോനും മാത്രമേ ഉള്ളൂ. വീട് ക്ലീൻ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നത് മുതൽ. അപ്പോൾ ചില സിംഗേഴ്സ് വരെ തന്നെ ചോദിക്കാറുണ്ട്, ചേച്ചി ഇങ്ങനെ ഒരുപാട് കടയിലൊന്നും ഇങ്ങനെ പോയി അങ്ങനെ പോകരുത്, സ്കൂട്ടറിലൊന്നും ഇങ്ങനെ അങ്ങനെയൊന്നും കൂടുതൽ എക്സ്പോസ്ഡ് ആവരുത്. ഞാൻ ആലോചിക്കും എന്തിനാ അങ്ങനെയൊക്കെ? നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളല്ലേ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. മോനെയും അതിനകത്ത് കൂട്ടും. ഇപ്പോൾ അവനും എല്ലാം ചെയ്തു തുടങ്ങി. അവനും ഇപ്പം 7th സ്റ്റാൻഡേർഡിലായി. അവൻ്റെ പേര് പറഞ്ഞില്ല, മാധവൻ. അവനും ഇതുപോലെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നല്ല നല്ല പാട്ടുകളൊക്കെ കിട്ടട്ടെ, നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.